ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനമായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബറിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാം എന്നുള്ള ഒരു കിടിലം വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലിടുന്ന ആദ്യ വീഡിയോയ്ക്ക് ഒരു 100 സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാം. അതായത് നിങ്ങളിടുന്ന ആദ്യ വീഡിയോയ്ക്ക് എങ്ങനെ നമുക്ക് ഒരു 100 സബ്സ്ക്രൈബറിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതായത് ഇതുവരെയും ചാനലിൽ ഒരു 50 സബ്സ്ക്രൈബർ പോലും ആകാത്ത ഒരു യൂട്യൂബറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂട്ടാൻ കഴിയുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും ആ ചാനലിന് എങ്ങനെ നമുക്ക് ഒരു അടിപൊളി നെയിമൊക്കെ കൊടുക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ചാനലിലിട്ടൊരു വീഡിയോ ആയിരുന്നു എനിക്ക് എങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടി, അല്ലെങ്കിൽ ഞാൻ 1000 സബ്സ്ക്രൈബർ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനലിൽ ഒരു 50 സബ്സ്ക്രൈബറിൽ താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം, അതായത് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടും നിങ്ങൾക്ക് ഇതുവരെയും സബ്സ്ക്രൈബർ ഒന്നും കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു 100 സബ്സ്ക്രൈബറിന് മുകളിൽ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. യൂട്യൂബിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ മുകളിലായിട്ട് അത് പിൻ ചെയ്ത് വയ്ക്കാം. എങ്ങനെയാണ് യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് ജിമെയിൽ ID യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ അകത്ത് എങ്ങനെ മോണിറ്റൈസേഷൻ വന്നു, എങ്ങനെ നമുക്ക് എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ, എങ്ങനെ നമ്മൾ ആ ഒരു സക്സസ് റേറ്റിലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വന്ന ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്കും നല്ല രീതിയിൽ സബ്സ്ക്രൈബറും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്കൊരു 100 സബ്സ്ക്രൈബർ, അതായത് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളിടുന്നൊരു വീഡിയോയ്ക്ക് ഇതുവരെയും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയും ഒരു 100 സബ്സ്ക്രൈബറിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ എത്താമെന്നും, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇടുന്ന ഒരു വീഡിയോയ്ക്ക് എങ്ങനെ നിങ്ങൾക്കൊരു 100 സബ്സ്ക്രൈബർ എത്താം, ഇതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കായിരിക്കും. ഈ ഒരു 100 സബ്സ്ക്രൈബർ ആവശ്യമുള്ള നിരവധി ആളുകൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു നല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. നല്ല വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഒരു 15-20 മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ഉള്ള വരെയുള്ള നല്ല വീഡിയോസ്, ആ നല്ല വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. നമ്മളത് സമയമെടുത്ത് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ചാനലിൽ ആദ്യമായി ഇടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് നല്ല രീതിയിൽ സമയമെടുത്ത് നമ്മൾ തന്നെ അതിന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ നമ്മൾ നിരവധി കണ്ടൻറ്റുകൾ നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ നമ്മൾ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ ആദ്യം ഒരു വീഡിയോ ഇടുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു നെയിം കണ്ടുപിടിക്കണം. അതായത് ടെക് ചാനലാണെങ്കിൽ ടെക് റിലേറ്റഡ് നെയിം ആയിരിക്കണം. അതുപോലെ വ്ളോഗ് ആണെങ്കിൽ വ്ളോഗുമായിട്ടുള്ള ഒരു നിങ്ങളുടെ നെയിമായിട്ടുള്ള പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു യൂണിക് നെയിമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുക എന്ന് പറയുന്നത്, ഒരു ക്രിയേറ്റീവ് മൈൻഡിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ചാനലുകൾക്ക് കുറച്ചും കൂടെയും ഗ്രോത്ത് കൂടുതലാണ്. ഇപ്പോൾ ടെക് ചാനൽ തന്നെ എടുക്കുകയാണെങ്കിൽ ടെക് ചാനലിന് ഗ്രോത്ത് വളരെ കുറവാണെന്ന് തന്നെ ഞാൻ പറയാം. കാരണം നിരവധി ടെക് ചാനൽ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല നല്ല ടോപ്പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് വ്യൂസ് നമുക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ അതിലേക്ക് ഒരു 10 വീഡിയോ അല്ലെങ്കിൽ 15 വീഡിയോ നിങ്ങൾ ഇട്ടിട്ടും നിങ്ങൾക്ക് വ്യൂസോ സബ്സ്ക്രൈബറോ വരുന്നില്ല. അപ്പോൾ അതിനുള്ള കുഴപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കൊള്ളില്ലാത്തതുകൊണ്ടോ നിങ്ങൾ ചെയ്യുന്ന പ്രസൻറ്റേഷൻ കൊണ്ടില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, ആ കണ്ടൻറ്റ് ഇപ്പോൾ കുറച്ച് പഴയതായി തുടങ്ങി. അതായത് അതിൻ്റെ സെർച്ച് വോളിയം വളരെ കുറവാണ്. നല്ല ഹൈ സെർച്ച് വോളിയമുള്ള നമ്മൾ കണ്ടൻറ്റുകൾ എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറി വരികയും, അതായത് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടോപ്പിക്ക് ഫ്രണ്ടിലേക്ക് കയറി വരികയും നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു 100 സബ്സ്ക്രൈബർ സിമ്പിളായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ 15-20 മിനിറ്റുള്ള വീഡിയോസ് ചെയ്യുക. നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് 8 മിനിറ്റിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുക. കാരണം ഒരു 4 മിനിറ്റ് കൂടുതലുള്ള ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു കുറച്ച് വ്യൂസ് ഏണിങ്സൊക്കെ നമുക്ക് അതിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു 5 മിനിറ്റ് കൂടുതലുള്ള, അതായത് ഒരു 8-നും 10-നും മിനിറ്റിന് ഇടയ്ക്കുള്ള ഒരു വീഡിയോ ചെയ്യുക. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു നല്ല കിഡിലൻ തമ്പനെയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനും വീഡിയോയുടെ തമ്പനെയിൽ ഉണ്ടാക്കേണ്ടതും കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങി ഒരു 100 സബ്സ്ക്രൈബർ വരെ പോലും ആവാണ്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു കിഡിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് 100 സബ്സ്ക്രൈബർ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടുള്ള ആ ഒരു തീമിൽപ്പെട്ട വീഡിയോ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക. ഇത് തുടക്കക്കാർക്ക് കയ്യിലൊരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്ന നിരവധി ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു 100 സബ്സ്ക്രൈബർ കിട്ടാനായിട്ട് നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിൻ്റെ തമ്പനയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ തമ്പനയിൽ കുറച്ചും കൂടെ ആളുകൾക്ക് നമുക്ക് കാണുമ്പോൾ ഇംപ്രഷൻ തോന്നിക്കണം. അതായത് അവർക്കൊന്ന് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഇംപ്രഷൻ അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ക്ലിക്കാവും. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഒരു 2-3 വട്ടം കണ്ടു നോക്കുക. 2-3 വട്ടം കണ്ടു നോക്കിയിട്ട് അതിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തെറ്റുകൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ യൂട്യൂബ് വീഡിയോ നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആദ്യം സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എന്തായാലും ഒരു 100 മെമ്പേഴ്സിന് മേളിലുള്ള സുഹൃത്തുക്കളുടെ വാട്സപ്പ് ചാറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 100 മെമ്പേഴ്സിന് മേളിലുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരെന്ത് പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങളിടുന്ന വീഡിയോ നല്ലതാണോ ചീത്തയാണോ എന്ത് കമൻറ്റ് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്തു. സുഹൃത്തിന് ഈ വീഡിയോ സെൻഡ് ചെയ്തെന്ന് കരുതി 100 സുഹൃത്തും ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 100 പേർക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ 100 പേരിൽ ഒരു 25 പേര് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 25 സബ്സ്ക്രൈബർ നിങ്ങൾക്ക് വന്നു ഒരു ഷെയറിലൂടെ. അപ്പോൾ നിങ്ങൾ നാണക്കേട് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ, നിങ്ങൾ ടൈം എടുത്ത് നല്ല വർക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. സുഹൃത്തുക്കൾ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും പറയട്ടെ, അവരെന്തായാലും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരും എന്തായാലും. അപ്പോൾ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ അവിടെ നോക്കിയിരിക്കരുത്. പിന്നെ അടുത്ത സെക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെൻഡ് ചെയ്യുക. എന്തായാലും ഫാമിലി റിലേഷനോ അതും ഒരു 100ന് മുകളിൽ എന്തായാലും ആളുകൾക്കുണ്ടാവും. അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിലുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ആ വീഡിയോ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫസ്റ്റ് ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ ഷെയർ ചെയ്തല്ലോ സുഹൃത്തുക്കൾക്ക്. ഇനിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ കിടിലൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ദിവസം നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അന്ന് വീഡിയോ നിങ്ങൾ വേറെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത വീഡിയോ എടുത്തു കഴിയുമ്പോഴത്തേനുമാണ് നിങ്ങളുടെ യൂട്യൂബ് മറ്റാളുകൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ.
അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കുള്ള ടോപ്പിക്കും കണ്ടുപിടിച്ച് കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അടുത്ത വീഡിയോ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫസ്റ്റ് ദിവസം സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസം നിങ്ങൾ ടോപ്പിക് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എടുത്തു. സെക്കൻഡ് ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീഡിയോ എഡിറ്റ് ചെയ്ത് നല്ല തംബ്നെയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തുടക്കക്കാർക്ക് നല്ല രീതിയിൽ സമയമെടുക്കും. അപ്പോൾ രണ്ടാം ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാം ദിവസം ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആൾക്കാർക്ക് എല്ലാവർക്കും വാട്സപ്പിൽ കൂടി അങ്ങ് അയച്ചു കൊടുക്കുക. അപ്പോൾ വാട്സപ്പിൽ നല്ല രീതിയിൽ ഇതങ്ങ് ഷെയർ ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വാട്സപ്പിൽ കൂടി അങ്ങ് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കുക, അതുപോലെ ഫാമിലി റിലേറ്റീവ്പ്പെട്ട ആൾക്കാർക്കും എത്തിക്കുക. അപ്പോൾ അതും ഒരു 100 മുകളിലുണ്ടെങ്കിൽ അതിലൊരു 25 പേര് സബ്സ്ക്രൈബ് ചെയ്യില്ലേ, ഉറപ്പല്ലേ? അപ്പോൾ 50 സബ്സ്ക്രൈബർ വന്നോ? അതായത് 100-ൽ 25 പേരെങ്കിലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് 100% ഉറപ്പല്ലേ? പോട്ടെ 15-ഓ 20 എന്തെങ്കിലും ആവട്ടെ, അത്ര സബ്സ്ക്രൈബർ നമ്മുടെയിലേക്ക് വന്നോ. അപ്പോൾ 2 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്ത വീഡിയോയ്ക്ക് 50 സബ്സ്ക്രൈബർ നമുക്ക് വന്നു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, മൂന്നാം ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒന്നാം ദിവസം നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതായത് നമ്മുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു. സെക്കൻഡ് ദിവസം ഫാമിലി റിലേറ്റീവിന് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ദിവസം വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടീഷനിലെത്തി. മൂന്നാം ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ ഫസ്റ്റ് രാവിലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഈ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. എന്നിട്ട് ഓരോ സുഹൃത്തിനോടും ആ ഗ്രൂപ്പിലുള്ളവരോട് നല്ല വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങളത് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ വന്നാലും ഒരു 250 മെമ്പേഴ്സെങ്കിലും ഒരു ഗ്രൂപ്പിൽ കാണും, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കാണും. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ടോപ്പിക്കിനോട് താല്പര്യമുള്ള ഒരു 50 പേരെങ്കിലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അല്ലെങ്കിൽ പോട്ടെ ഒരു 25 പേര് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു ആളുകളും തന്നെ ഇപ്പോൾ തന്നെ ഇല്ല. അപ്പോൾ ഒരു ഫോണിൽ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ ഒരു 3, 4, 5 ഗ്രൂപ്പുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ 5 ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു 20 വെച്ച് സബ്സ്ക്രൈബർ കിട്ടിക്കഴിഞ്ഞാലും 2, 10, 100 സബ്സ്ക്രൈബറായി നിങ്ങൾക്ക്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് 25 കിട്ടി, രണ്ടാമത്തെ ദിവസം 25 കിട്ടി, മൂന്നാമത്തെ ദിവസം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് നിങ്ങൾക്കൊരു 50 സബ്സ്ക്രൈബറും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും 100 സബ്സ്ക്രൈബറിന് മുകളിലായി. അപ്പോൾ ഈ സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിന് മുമ്പ് രാവിലെ നമ്മളൊരു സെക്കൻഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ആണ് ആദ്യം അവർ കാണുന്നത്. അപ്പോൾ നമ്മുടെ സജഷൻ ലിസ്റ്റിലേക്ക് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ വരികയും, അപ്പോൾ നമ്മുടെ 2 വീഡിയോ നല്ലതാണെങ്കിൽ സബ്സ്ക്രൈബർ വീണ്ടും കൂടാനുള്ള ചാൻസ് വളരെ വലുതാണ്. അപ്പോൾ ഒരു തുടക്കക്കാർക്ക് ഒരു 50 അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബർ കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് 100 സബ്സ്ക്രൈബറിന് മുകളിൽ കിട്ടാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പ് തന്നെയാണിത്. മാക്സിമം നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഈ ടിപ്പൊന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്തിട്ട് ഒരു 10 സബ്സ്ക്രൈബർ പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് ഒരു 20, 25, 50 അതിന് മുകളിൽ സബ്സ്ക്രൈബർ കിട്ടുവാണെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് കിട്ടുമോ എന്ന് ഓർത്ത് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ നല്ല വീഡിയോ ആണ് ചെയ്യുന്നത്, നല്ല കണ്ടൻറ്റ് ചെയ്ത് നല്ല രീതിയിലാണ് നമ്മളത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നമ്മൾ അതോർത്ത് പേടിക്കുന്ന ആവശ്യമില്ല. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ നല്ലതാണെങ്കിൽ ഓൾറെഡി തന്നെ ആ വീഡിയോ നല്ല സജഷനിലേക്ക് വരികയും നമ്മളുടെ വ്യൂസും അതുപോലെ സബ്സ്ക്രൈബറും കിട്ടാൻ 100% ഞാൻ ഉറപ്പ് പറയുന്നു. ഞാനൊരു തുടക്ക സമയത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഞാൻ 6 വീഡിയോ ഇട്ടിട്ട് എനിക്ക് 10 പേരാണ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 11ാമത്തെ വീഡിയോ ഇടുമ്പോഴാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിക്കുകയും ഞാൻ ഓരോ ദിവസം ഇത് ചെയ്തു നോക്കിയത്. അതായത് ഒരു ദിവസം വീഡിയോ ചെയ്യും, രണ്ടാം ദിവസം ഞാനത് ഷെയർ ചെയ്യും, മൂന്നാം ദിവസത്തേക്കുള്ള വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ ഇതുപോലെ വാട്സപ്പിൽ ഈ ടിപ്പുകളാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കിയത്. അപ്പോൾ ഫസ്റ്റ് 100 സബ്സ്ക്രൈബർ കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറിയ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കൂടിയോണ്ട് ഞാൻ നിർത്തുന്നു. അടിപൊളി ടിപ്പുകളായിട്ട് ഇനിയും നമ്മൾ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.